ഇനി ഒമാനിലേക്കാണ്. അവിടെ ഒമാനിൽ തൊഴിൽ വ്യാപാര നിയമ ലംഘനങ്ങൾക്കെതിരായ പരിശോധനയൊക്കെ ശക്തമാക്കാൻ പോവുകയാണ് തൊഴിൽ മന്ത്രാലയം. അടുത്ത മാസം മുതൽ ഈ പരിശോധനകളൊക്കെ കൂടുതൽ വിപുലമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ താമസ തൊഴിൽ രേഖകളില്ലാതെ രാജ്യത്ത് നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സ്പോൺസർമാരിൽ നിന്നും മാറി ജോലി ചെയ്യുന്നവരും റെസിഡന്റ് കാർഡിൽ രേഖപ്പെടുത്തിയ ജോലിക്ക് പകരം മറ്റു ജോലികൾ ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ടെന്നും മന്ത്രാലയം കണക്കുകൂട്ടുന്നു. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ രാജ്യത്തെ തൊഴിൽ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാലാണ് പരിശോധന ശക്തമാക്കുന്നത്. തൊഴിൽ മന്ത്രി മഹദ് ബിൻ സായിദ് ബാവോയിനും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷൻ ചെയർമാൻ അബ്ദുള്ള ബിൻ അലി അൽ ഹാർത്തിയും അടുത്തിടെ കരാർ ഒപ്പുവച്ചിരുന്നു. ഇതനുസരിച്ച് ജനുവരി മുതൽ പ്രത്യേക സംഘം വിവിധയിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. തൊഴിൽ വിസ, താമസരേഖകൾ എന്നിവ പുതുക്കാത്തവർ എത്രയും വേഗം വിസ പുതുക്കി ശരിയായ വിസയിലേക്ക് മാറണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. മബേല, സീബ്, ഗുബ്ര, ഹമറിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണുന്ന ഫ്രീ വിസയിലുള്ളവരടക്കം ഇത്തരത്തിൽ പിടിക്കപ്പെടാൻ ഇടയുണ്ടെന്നാണ് സൂചന. പിടിക്കപ്പെട്ടാൽ ഭീമമായ പിഴ തൊഴിലുടമയാണ് അടയ്ക്കേണ്ടി വരിക. തൊഴിലുടമ പിഴയടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ തൊഴിലാളി തടവിൽ കഴിയേണ്ടി വരും. ഈ വർഷം ജൂൺ വരെ മസ്കറ്റിൽ നിന്ന് മാത്രം 5724 പേർ തൊഴിൽ നിയമലംഘനത്തിന് അറസ്റ്റിലായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.